കോപ്പ അമേരിക്കയിൽ കൊളംബിയ അർജന്റീന ഫൈനലിന്റെ 66-ാം മിനിറ്റിൽ മെസ്സിക്ക് കാലിനേറ്റ പരുക്ക് അത്ര നിസ്സാരമല്ല എന്ന രീതിയിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കോപ്പ അമേരിക്ക വിജയത്തിന് ശേഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് വലിയ പരിക്കില്ല, കുഴപ്പമില്ല, അധികം വൈകാതെ കളിക്കളത്തിലേക്ക് ഞാൻ തിരിച്ചെത്തും എന്ന തരത്തിലായിരുന്നെങ്കിലും എന്നാൽ കാര്യങ്ങൾ അത്തരത്തിൽ നിസ്സാരമല്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മാസമെങ്കിലും, അതായത് 45 ദിവസത്തിന് പുറത്ത് മൈതാനത്ത് പന്ത് തട്ടാൻ അയാൾ ഇറങ്ങില്ല എന്നതാണ് ഈ പരിക്കിൻ്റെ ഉദ്ദേശം. എന്തായാലും ഇത് ഇന്റർ മിയാമിക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം ഇന്റർ മിയാമിയുടെ നായകനും അതുപോലെ തന്നെ പ്രഥമ കളിക്കാരനുമാണ് സാക്ഷാൽ ലയണൽ മെസ്സി എന്ന് പറയാം. ഈ ഒരു കാര്യം നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർട്ടിൻ എർവല്ലോ എന്നൊരു റിപ്പോർട്ടറാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ലയണൽ മെസ്സി വിൽ ബി ഔട്ട് ഓഫ് ആക്ഷൻ ഫോർ അറൌണ്ട് 14 ഡേയ്സ് എന്നതാണ്. എന്നാൽ ഗാസ്റ്റോണഡൽ എന്നൊരു റിപ്പോർട്ടർ പറയുന്നത് ലിയോ മെസ്സി ഹാസ് എ ലിഗ്മെന്റ് ഇഞ്ചുറി ദാറ്റ് ഡസ് നോട്ട് റിക്വയർ സർജറി, ഹീ ക്യാൻ റിക്കവർ വിത്ത് റെസ്റ്റ് ആൻഡ് ഫിസിക്കൽ തെറാപ്പി. ലിയോ മെസ്സിക്ക് ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ട്, പക്ഷേ സർജറി ആവശ്യമില്ല. ഹീ ക്യാൻ റിക്കവർ വിത്ത് റെസ്റ്റ് ആൻഡ് ഫിസിക്കൽ തെറാപ്പി, അതായത് കുറച്ചധികം റെസ്റ്റ് എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്ത് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് പറ്റും. സർജറിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം മെസ്സിക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ. സോ അറ്റ്ലീസ്റ്റ് ഒരു 45 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 1.5 മാസത്തോളമെങ്കിലും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്ന രീതിയിലാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.